ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ആത്മജന്മാരെ അതിഥിപുത്രന്മാർ നിഗ്രഹിച്ചതു കണ്ട ദിതി മാരീചൻ എന്ന കശ്യപ പ്രജാപതിയുടെ സ്വഭർത്താവിൻ്റെ സമീപത്തു ചെന്ന്, ഭഗവാനെ, എൻ്റെ പുത്രന്മാരെ അവിടുത്തെ അതിശക്തരായ ആത്മജന്മാർ തന്നെയാണ് കൊന്നത്. ഇന്ദ്രഹന്താവായ ഒരു ഉണ്ണി എനിക്ക് പിറക്കണം. അതിന്ന് നീണ്ട തപസ് അനുഷ്ഠിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. ശക്തനും മഹാനും ബുദ്ധിമാനുമായൊരു പുത്രൻ ഭഗവാനിൽ നിന്ന് എനിക്കുണ്ടാകണം. ഇന്ദ്രനെ നിഗ്രഹിക്കുവാൻ കഴിവുള്ള നേതാവായ ഒരു ഉണ്ണിയെ തരേണേ. അതിദുഃഖത്തോടെ ഇത്രയും പറഞ്ഞു സഹധർമ്മിണിയുടെ വാക്കുകേട്ട കശ്യപൻ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നീ ആവശ്യപ്പെട്ടതുപോലെ ത്രിലോകനാഥനായ ഒരു ഉണ്ണി നിനക്ക് ഉണ്ടാകും. എന്നാൽ 1000 സംവത്സരം തികച്ചും അതിശുദ്ധിയോടുകൂടി കഠിന തപസ് അനുഷ്ഠിക്കണം. എന്നിൽ നിന്ന് ഗർഭം ധരിച്ച് നീ അന്ന് ഒരു ഉണ്ണിയെ പ്രസവിക്കും. മഹാതേജസ്വിയായ മാരീച ബ്രഹ്മർഷി ദിതിയെ കൈത്താരുകൾ കൊണ്ട് സസ്നേഹം തലോടി സ്വസ്തിവചനം അരുളി തപസിന്ന് പോവുകയും ചെയ്തു. ഭർത്താവിൻ്റെ അനുഗ്രഹം നേടിയ ദിതി ഏറ്റവും സന്തോഷത്തോടുകൂടി കുശപ്ലവം എന്ന പ്രദേശത്തിൽ ചെന്ന് കൊടും തപസ് തുടങ്ങി. സഹസ്രാക്ഷനായ ഇന്ദ്രൻ സദ്ഗുണ പൂർണ്ണമായ ഹൃദയത്തോടെ ചെറിയമ്മയെ പരിചരിച്ച് ഒന്നിച്ച് വസിച്ചു. നരേന്ദ്രനന്ദനായ രാമ അഗ്നി, ദർഭപ്പുല്ല്, വിറക്, വെള്ളം, കായ, കിഴങ്ങ് എന്നിവയെയും ആവശ്യമായ പൂജാ സാധനങ്ങളെയും കൃത്യമായി അമ്മയുടെ സമീപത്തിൽ ഇന്ദ്രൻ എത്തിച്ചിരുന്നു. ദേഹത്തെ തടവിക്കൊടുത്ത് ദിതിയുടെ ക്ഷീണമകറ്റും. ഇങ്ങനെ സർവദാ വിട്ടുപിരിയാതെ ഉത്തമനായ ഒരു പുത്രൻ കൃത്യങ്ങളെല്ലാം ശതക്രതു ചെയ്തുകൊണ്ടിരുന്നു. 990 കൊല്ലവും കഴിഞ്ഞു. ഇനി വെറും 10 സംവത്സരം മാത്രം. ദിതി ഇന്ദ്രനിൽ ഏറ്റവും പ്രസാദിച്ചു. ഉണ്ണി, നിന്റെ അച്ഛൻ മഹാത്മാവായ മാമുനീന്ദ്രൻ എനിക്ക് ഒരു വരം തന്നിട്ടുണ്ട്. 1000 കൊല്ലം വ്രതനിഷ്ഠയിൽ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു ഉണ്ണി എനിക്ക് ഉണ്ടാകുമെന്ന്. അമരോത്തമനായ ഉണ്ണി, ഇനി അതിൽ 10 കൊല്ലം മാത്രമേ ബാക്കിയുള്ളൂ. ത്രൈലോക്യ വിജയിയായ ഒരു അനുജനെ ഞാൻ നിനക്ക് നൽകാം. ശത്രുവിഹീനമായ 3 ലോകങ്ങളെയും അവനോടുകൂടി ഉണ്ണിക്ക് പരിപാലിക്കാം എന്നിങ്ങനെ പറഞ്ഞു. നേരം നട്ടുച്ചയായി. കാലിൽ തല ചായച്ചു കൊണ്ടിരിക്കുന്ന ദിതി ഉറങ്ങി. തലമുടി അഴിഞ്ഞ് പാദങ്ങളിൽ പതിച്ചിരുന്നു. തപോനുഷ്ഠാനത്തിൽ ഏറ്റവും അശുദ്ധി പ്രാപിച്ച ദിതിയെ കണ്ട ഇന്ദ്രൻ സസന്തോഷം പുഞ്ചിരി പൊഴിച്ച് തലയ്ക്ക് കാലിലായി എന്ന് ചിന്തിച്ചു. പരമാത്മസ്വരൂപം കൈക്കൊണ്ട ദേവേന്ദ്രൻ ദിതിയുടെ ദേഹത്തിനുള്ളിലേക്ക് പെട്ടെന്ന് കടന്നു. 100 മുനയുള്ള വജ്രായുധത്താൽ ഗർഭത്തെ വെട്ടിനുറക്കി തുടങ്ങി. ഗർഭസ്ഥനായ ശിശുവാകട്ടെ കരഞ്ഞത് സുസ്വരത്തിലായിരുന്നു. അത് കേട്ട ദിതി ഉണർന്നു. കരയരുത്, കരയരുത്, ഇന്ദ്രൻ തുടർന്നു പറഞ്ഞു. വിലപിക്കുന്നവനാണെങ്കിലും ശിശുവിനെ 7 ആക്കി നുറുക്കി കഴിഞ്ഞു. കൊല്ലരുത്, കൊല്ലരുത്, ദിതി ആജ്ഞാപിച്ചു. മാതൃവാക്യത്തിൻ്റെ ഗൗരവമോർത്ത ശക്രൻ പുറത്തേക്ക് വന്ന് തൊഴുതുകൊണ്ട്, അമ്മേ ദേവി, കാലിൽ തലയിൽ വെച്ച് അശുദ്ധിയോടുകൂടിയാണ് അവിടുന്ന് ഉറങ്ങിയത്. ദേവേന്ദ്രനെ നശിപ്പിക്കുവാൻ ഉണ്ടാകുന്ന ശിശുവിനെ ആ തക്കം നോക്കി ഞാൻ 7 ആക്കി കണ്ടിച്ചു. എൻ്റെ തെറ്റ് ക്ഷമിക്കണേ, അനുഗ്രഹിക്കണേ. ഗർഭസ്ഥ ശിശുവിനെ 7 ആയി കണ്ടിച്ചപ്പോൾ അതിദുഃഖിതയായി തീർന്ന ദിതി ആർക്കും ജയിക്കുവാൻ സാധിക്കാത്തവനായി തീർന്ന ഇന്ദ്രനോട് നയത്തിൽ ഇങ്ങനെ പറഞ്ഞു: വലാസുരഹന്താവായ ഉണ്ണി, ശിശു ഇങ്ങനെ 7 കഷ്ണങ്ങളായി തീർന്നത് എൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. സുരോത്തമനായ നിനക്ക് തെറ്റ് പറ്റിയിട്ടില്ല. എൻ്റെ ഗർഭത്തെ ഉടച്ചുവെങ്കിലും അത് ഗുണം ചെയ്യണം. 7 ഖണ്ഡങ്ങൾ 7 മരുത് സ്ഥാനങ്ങളിൽ ദിവ്യരൂപത്തോടെ വസിക്കട്ടെ. എൻ്റെ മക്കൾക്ക് മാ തഥ എന്ന പേര് നീ തന്നെയല്ലേ കൊടുത്തത്? ഒരാൾ ബ്രഹ്മലോകത്തിൽ, രണ്ടാമൻ ഇന്ദ്രലോകത്തിൽ, മൂന്നാമത്തവൻ വായു എന്ന പ്രസിദ്ധ നാമത്തോടുകൂടി ദ്യോവിൽ ദിവ്യ ശരീരങ്ങളിലായി സഞ്ചരിക്കുമാറാകട്ടെ. മറ്റു 4 പേർ നിന്റെ ആജ്ഞയനുസരിച്ച് ഏതെല്ലാം സ്ഥലങ്ങളിലാണോ വേണ്ടത് അവിടെയെല്ലാം സ്വച്ഛന്തം പോകട്ടെ. നിനക്ക് നന്മ വരും. എൻ്റെ തനയന്മാർ ഇങ്ങനെ വാനോരായി വാഴട്ടെ. ചെറിയമ്മയുടെ വാക്കുകൾ കേട്ട ഇന്ദ്രൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു: അമ്മയുടെ ഇഷ്ടം പോലെ, അമ്മ അരുളി ചെയ്തതുപോലെ അവിടുത്തെ തനയന്മാർ സഞ്ചരിക്കും. അവരെല്ലാം വാനവരായി കഴിഞ്ഞു. അവിടേക്ക് മംഗളം. ഇങ്ങനെ തീർച്ച കൽപ്പിച്ച മാതാവും പുത്രനും കൃതാർത്ഥരായി തപോവനത്തിൽ നിന്ന് വിണ്ണിലേക്ക് പോയി എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ണി രാമ, ദേവേന്ദ്രൻ്റെ ശുശ്രൂഷയേറ്റുകൊണ്ട് ദിതി തപസ്സിരുന്ന പ്രദേശമാണിത്. ദശരഥകുമാര, ഇക്ഷ്വാകു മഹാരാജാവിന് അലംബുസയിൽ അതിധാർമ്മികനായ വിശാലൻ എന്ന് പേരാർന്നൊരു പുത്രൻ ഉണ്ടായി. ആ മന്നോർ മന്നവനാണ് ഈ വിശാലപുരി നിർമ്മിച്ചത്. ആ അരജൻ്റെ പുത്രൻ
മഹാബലശാലിയായ ഹേമചന്ദ്രൻ അതിവിഖ്യാതനായ സുചന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ സുതൻ. സുചന്ദ്രൻ്റെ ആത്മജൻ ധൂമ്രാശ്വൻ പുകളാർന്ന ഭൂപതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉണ്ണിയാണ് സൃഞ്ജയൻ. അതിപ്രതാപിയായ സഹദേവൻ സൃഞ്ജയപുത്രനും ആ അരജൻ്റെ തനയനായി മഹാധാർമ്മികനായ കുശാശ്വൻ ജനിച്ചു. കാകുത്സ്ഥ വംശത്തിൽ കാകുത്സ്ഥൻ എന്ന പേരിൽ ഉണ്ടായ നൃപവരൻ കുശാശ്വപുത്രനാണ്. കാകുത്സ്ഥൻ്റെ മകനായ സുമതി ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ദുർജയനായൊരു ദേവതുല്യനാണ് സുമതി. ഇക്ഷ്വാകു മഹാരാജ പ്രസാദത്താൽ വിശാല രാജ്യത്തിലെ രാജാക്കന്മാർ മഹാന്മാരും ദീർഘായുസുള്ളവരും വീരന്മാരും ധാർമ്മികന്മാരായിട്ടുള്ളവരാണ് ഉണ്ടായത്. രാമ, നമുക്ക് ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം. നാളെ രാവിലെ പുറപ്പെടാം. പുരുഷോത്തമനായ ഉണ്ണിക്ക് ജനക മഹാരാജ ഋഷിയെ നാളെ കാണാം. തേജോനിധിയായ വിശ്വാമിത്രൻ്റെ ആഗമനം അറിഞ്ഞ സുമതി മഹാരാജാവ് ഉപാധ്യായന്മാരോടും ബന്ധുമിത്രാദികളോടും ഒന്നിച്ച് സവിനയം ചെന്ന് എതിരേറ്റ് പൂജിച്ച് തൊഴുതുകൊണ്ട് കുശലം ചോദിച്ചു. ഭഗവാനെ, ഞാൻ ഇന്ന് അനുഗ്രഹീതനായി, ധന്യധന്യനായി. എൻ്റെ രാജ്യം പരിഭാവനമായി. ബ്രഹ്മർഷി വര്യനായ അവിടുത്തെ പാദങ്ങൾ ഈ നാളിൽ പതിച്ചുവല്ലോ എന്നെല്ലാം ഭക്തിപൂർവം പറയുകയും ചെയ്തു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.